ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീനും നവീന്റെ കുടുംബത്തിനും അതിശക്തമായ നാഗശാപമുണ്ട്. അതാ പൂജാരി വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞതല്ലേ. വിവാഹം കഴിച്ച് കളരിക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുമെന്നും. ഞാൻ എന്റെ മോളെ കുരുതി കൊടുക്കണോ അതോ എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവളെ കുരുതി കൊടുക്കണോ? എങ്ങനെയുണ്ട് നിർമ്മലെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഉദയനോ? വന്നപ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ, ചില വിഷമങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട് വരാൻ പോകുന്ന ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമോ? നവീന്റെ ഗാഥയുടെയും വിവാഹ നിശ്ചയം നടത്തിയെങ്കിലും എനിക്കതില് പൂർണ്ണമായിട്ടൊരു തൃപ്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷോക്കേറ്റപ്പോ അക്കാരണം പറഞ്ഞ് വിവാഹ തീയതി നിശ്ചയിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയത്. എന്റെ മകൾ നവീനെ വിവാഹം കഴിച്ച അവരുടെ ജീവിതത്തിന് മുകളിൽ ഒരു വലിയ ശാപം തന്നെ ഉണ്ടാവും. നിർമ്മലയുടെ മകൾ കീർത്തിയുടെ. കുഞ്ഞുനാൾ മുതലേ സ്നേഹിച്ച ഒരാളെ നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി, അതൊരു വേദനയാണ്. ഞാനൊരമ്മയല്ലേ, അത് മനസ്സിലാക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? ഗാഥ നവീനെ കണ്ടിട്ട് വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ കീർത്തിയാണ് സിൻസിയറായിട്ട് നവീനെ സ്നേഹിച്ചത്. അതുകൊണ്ട് നവീനെ കീർത്തിയെ ഒരുമിപ്പിക്കാനാണ് എന്റെ തീരുമാനം. ഞാൻ എന്താ പറയാ? ഞാൻ പകൽക്കിനാവ് കാണുകയാണോ? അല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കീർത്തി, നവീനില്ലാതെ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഉദയനും നിർമ്മലയും പൂർണ്ണമായിട്ട് എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ കീർത്തിയുടെയും നവീന്റെയും വിവാഹം ഞാൻ നടത്തിത്തരാം. അതിപ്പോ എങ്ങനെയാ? കാര്യങ്ങളൊക്കെ ഇപ്പൊ തറവാട്ടുകാർ നിശ്ചയിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കുന്നതിനൊരു ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ. ആ ഫംഗ്ഷനില് നവീന്റെ വധുവായിട്ട് കീർത്തിയായിരിക്കും ഞാൻ കൊണ്ടുചെന്ന് നിർത്തുന്നത്. അതുവരെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ മാത്രം. മോള് വല്ലാതെ ആഗ്രഹിച്ചതാ. അവള് 2-3 പ്രാവശ്യം ആത്മഹത്യാ ശ്രമവും നടത്തി. നിങ്ങളുടെ മകളുടെ ആലോചന വന്നപ്പോ ഞങ്ങൾ പറയുന്നതൊന്നും തറവാട്ടിലുള്ള ആരും കേൾക്കാതെ ഞങ്ങൾക്ക് യോഗ്യത കുറവായി. സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിച്ച് ജീവിക്കട്ടെ. ശരി നിർമ്മല, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഇനി കീർത്തിയുടെ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും വേവലാതിപ്പെടണ്ട കേട്ടോ. എല്ലാത്തിനും ഞാനുണ്ട്. ഇറങ്ങട്ടെ മോളെ. ഉദയേട്ടാ, ഇവരെന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഇതൊക്കെ നടക്കുന്ന വല്ല കാര്യമാണോ? അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇവിടെ വന്ന് നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമുണ്ടാ? എന്റെ ദൈവമേ, ചെകുത്ത മാലാഖിയെ വന്ന പോലെ ഉണ്ടല്ലോ. കീർത്തി, ഇങ്ങ് വാ. ശത്രുവാണെങ്കിലും നിന്റെ സ്നേഹത്തിന്റെ അളവ് അവർക്ക് മനസ്സിലായല്ലോ. എല്ലാം എന്റെ കുട്ടിയുടെ ഭാഗ്യം. ഉദയനെയും നിർമ്മലയും ഒന്ന് കാണാനായിട്ട് വന്നതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും എന്തെങ്കിലും ഒരു കുഴപ്പം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഷോക്കടിക്കുന്നത് അവര് തീരുമാനിച്ചിട്ടല്ലോ. പക്ഷേ ആ ഒരൊറ്റ ഷോക്കുണ്ട് എന്തെല്ലാം നഷ്ടങ്ങളാണ് നമുക്കുണ്ടായത്. കല്യാണ തീയതി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിന്നും മാഡം പിന്മാറിയില്ലേ? ആളുകൾ മുന്നിൽ നാണക്കേടായി. ഉദയനും നിർമ്മലയും നമ്മുടെ കുടുംബാംഗങ്ങളല്ലേ മാണിക്കുഞ്ഞെ? അവരിങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ അത് നടത്താതിരുന്നത് നന്നായെന്ന് തന്നെയാ.
ഇപ്പോഴും എന്റെ അഭിപ്രായം. അല്ലേ നവീൻ? ഫാക്ടറി ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചതിൽ എനിക്കല്പം നിരാശയുണ്ട്. ലീവ് ഇറ്റ് നവീൻ. നമ്മൾ ഇടപെടുന്ന ഫീൽഡില് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനും താനും ഒക്കെ അത് സ്ഥിരമായി ഹാൻഡിൽ ചെയ്യുന്നവരല്ലേ. നമുക്കിത് മാനേജ് ചെയ്യാടോ. ഇന്ന് വിവാഹത്തിന്റെ തീരുമാനം മാറ്റിവെച്ചൊന്നും നോക്കണ്ട. അടുത്ത ദിവസം തന്നെ നമുക്ക് ചടങ്ങ് നടത്തിയേക്കാം. ആണോ? ആ ആ ഞാനിത് തറവാട്ടിൽ വന്ന് അമ്മയോട് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, അമ്മയോട് ഞാൻ പറഞ്ഞോളാം. സിത്താര പെട്ടെന്നൊരു തീരുമാനം എടുത്തപ്പോ എല്ലാവർക്കും ടെൻഷനായിരുന്നു. ഇപ്പൊ ഇതാ പൂർണ്ണമായിട്ട് മാറിയിട്ടോ. മാഡം ഗാദിയുടെ അടുത്ത് പറഞ്ഞു. ആ ഞാൻ എന്റെ മോളോട് പറയുന്നത് ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പൊ ഓക്കെ, ഇനി ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. എത്രയും പെട്ടെന്ന് വിവാഹവും നടത്തണം. ഞാൻ ഇറങ്ങട്ടെ നവീൻ. ശരി. എന്റെ പൊന്നു സാറേ, എനിക്കിപ്പോഴാ ശ്വാസം നേരെ വീണത്. ഇവരുണ്ടല്ലോ, ഈ പോയ അയൺ ലേഡി, ഇവരൊരു തീരുമാനം എടുത്താ അട്ട പിടിച്ച പോലെയാ, വിടില്ല. എല്ലാം കൂടെ അവസാനിപ്പിച്ചു കളയുമെന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല മണിക്കുഞ്ഞ്. എന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗാഥയാ. അവളുടെ തീരുമാനം എനിക്ക് പ്രശ്നമുള്ളൂ. മാം, എന്തൊക്കെ ഇവിടെ നടക്കുന്ന മാം? മാം, കീർത്തിയുടെ നവീന്റെ വിവാഹം നടത്തി കൊടുക്കാന്ന് അവർക്ക് വാക്കുകൊടുത്തു. പുറത്തിറങ്ങിയപ്പോ നവീന്റെ ഗാഥാ മാഡത്തിന്റെ വിവാഹം നടത്താന്ന് നവീന് വാക്കുകൊടുത്തു. എന്താ മാം ഉദ്ദേശിക്കുന്നത്? സിനി, ഗാഥയെ കൊല്ലാൻ നിർമ്മല തീരുമാനിച്ചു എന്നറിഞ്ഞ നിമിഷം അവളെയും അവളുടെ മകളെയും ഞാൻ കൊല്ലേണ്ടതാണ്. പക്ഷേ അത് ഞാനായിട്ട് ചെയ്യണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അല്ലാത്തൊരു മരണയോഗം കീർത്തിക്കുണ്ടെങ്കിൽ അതങ്ങ് നടത്തിക്കൊടുക്കുകയല്ലേ വേണ്ടത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാം. കീർത്തിയുടെ നവീന്റെ വിവാഹം നടത്തിക്കൊടുക്കാന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. നവീനും നവീന്റെ കുടുംബത്തിനും അതിശക്തമായ നാഗശാപമുണ്ട്. അതാ പൂജാരി വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞതല്ലേ, വിവാഹം കഴിച്ച് കളരിക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെടുമെന്ന്. ഞാൻ എന്റെ മോളെ കുരുതി കൊടുക്കണോ അതോ എന്റെ മോളെ കൊല്ലാൻ ശ്രമിച്ചവളെ കുരുതി കൊടുക്കണോ?